ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭൂമിയുടെയും സോളാർ സിസ്റ്റത്തിന്റെയും കോടിക്കണക്കിന് ബില്യൺ വർഷങ്ങൾക്ക് പുറകിലുള്ള ചരിത്രമെടുത്താൽ ഇവ രൂപം കൊള്ളുവാനിടയായ സാഹചര്യം രണ്ട് ന്യൂട്രോൺ സ്റ്റാറുകൾ തമ്മിൽ നടന്ന കൂട്ടിയിടൽ തുടർന്നാണ്, അല്ലെങ്കിൽ ഒരു കിലനോവ ഇവന്റിനെ തുടർന്നിട്ടാണ്. അത് പറയാനുള്ള സാഹചര്യം നമ്മുടെ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഗോൾഡ്, പ്ലാറ്റിനം, യുറേനിയം പോലുള്ള എലമെന്റുകൾ രൂപം കൊള്ളുക അതൊരു നാച്ചുറൽ ഫിനോമിനൻ വഴിയല്ല, രണ്ട് ന്യൂട്രോൺ സ്റ്റാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിനെ തുടർന്നിട്ടാണ് ഗോൾഡ്, പ്ലാറ്റിനം, യുറേനിയം പോലുള്ള എലമെന്റുകൾ രൂപം കൊണ്ടുവരിക. എന്താണ് ന്യൂട്രോൺ സ്റ്റാറുകൾ? പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും എക്സ്ട്രീമും അത്യന്തം വയലന്റുമായിട്ടുള്ള ഘടനകളിൽ ഒന്നാണ് ന്യൂട്രോൺ നക്ഷത്രങ്ങൾ. വെറും കുറച്ച് കിലോമീറ്ററുകൾ മാത്രം വ്യാസമുള്ള ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിന്റെ ഭാരം ഒരു പൂർണ്ണ വലുപ്പമുള്ള നക്ഷത്രത്തിന് സമാനമായിരിക്കും. അതായത് നമ്മളൊരു കമ്പാരിസൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിന്റെ ഭാരം അതിനേക്കാളും 10,000 മടങ്ങ് വലുപ്പമുള്ള അതിന്റെ യഥാർത്ഥ നക്ഷത്രത്തിന്റെ ഭാരത്തിന് സമാനമായിരിക്കും. നമ്മുടെ സൂര്യനേക്കാളും 8 മടങ്ങ് വലുപ്പമുള്ള നക്ഷത്രങ്ങളുടെ മരണത്തെ തുടർന്നുകൊണ്ടാണ് ന്യൂട്രോൺ സ്റ്റാറുകൾ രൂപം കൊള്ളുന്നത്. ഇവയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ന്യൂട്രോണുകൾ കൊണ്ട് മാത്രമായിരിക്കും ഇവ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുക. സൂര്യനേക്കാളും 8 മടങ്ങ് ഭാരമുള്ള നക്ഷത്രങ്ങളുടെ മരണസമയത്ത് അതിഭീമാകാരമായ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം അതിന്റെ കോർ കൊളാപ്സ് ആകുകയും ന്യൂട്രണൈസേഷൻ എന്ന പ്രതിഭാസം നടക്കുകയും ഈ സമയത്ത് അവിടെ രൂപപ്പെടുന്ന അതികഠിനമായ മർദ്ദത്തെ തുടർന്ന് പ്രോട്ടോണുകൾക്കും ഇലക്ട്രോണുകൾക്കും സെപ്പറേറ്റ് പാർട്ടിക്കിളുകളായിട്ട് നിൽക്കുവാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. തുടർന്ന് ഇലക്ട്രോൺ ക്യാപ്ചർ നടക്കുകയും ഇവ കമ്പൈൻ ചെയ്തുകൊണ്ട് ന്യൂട്രോണുകൾ മാത്രമായി മാറുകയും ചെയ്യും. നമുക്ക് ചുറ്റും കാണുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ നിലനിന്ന് പോകുന്നത് ഒരു ഫ്രജൈലായിട്ടുള്ള ബാലൻസും തുടർന്നാണ്. ബില്യൺ കണക്കിന് വരുന്ന ലിക്വിഡ് പ്ലാസ്മ ഗ്രാവിറ്റിയെ തുടർന്ന് ഇൻവേഴ്സ് പുള്ള് ചെയ്യപ്പെടുകയും ഇത് പിന്നീട് ഫ്യൂഷൻ റിയാക്ഷന് കാരണമായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ലിക്വിഡ് പ്ലാസ്മ അകത്തേക്ക് പുള്ള് ചെയ്യപ്പെടുന്നു. അതിനെ തുടർന്ന് ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുകയും ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തുകൊണ്ട് ഹീലിയമായിട്ട് മാറുകയും ഇതിനെ തുടർന്ന് ഈ ഫ്യൂഷൻ റിയാക്ഷൻ വലിയ രീതിയിലുള്ള എനർജി പുറത്തേക്ക് പുറപ്പെടുവിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ വരുന്ന ബാലൻസ് എന്ന് പറയുന്നത് ലിക്വിഡ് പ്ലാസ്മ അകത്തേക്ക് ഗ്രാവിറ്റേഷൻ കാരണം പുള്ള് ചെയ്യപ്പെടുന്ന സമയത്ത് അതിനെ തുടർന്നുണ്ടാകുന്ന ഫ്യൂഷൻ റിയാക്ഷന്റെ എനർജി പുറത്തേക്ക് പോകാനും നോക്കുന്നു. ഈ ബാലൻസ് നിലനിൽക്കുന്ന അത്രയും കാലവും ഒരു നക്ഷത്രം സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാം. എങ്കിലും ഹൈഡ്രജൻ അവസാനിക്കുന്ന സമയം മീഡിയം സ്റ്റാറുകളായിട്ടുള്ള നക്ഷത്രങ്ങൾ നമ്മുടെ സൂര്യനെ പോലുള്ള ഒരു ജയന്റ് ഫേസിലേക്ക് കടക്കുകയും അവർ ഹീലിയത്തെ കാർബണിലേക്കും ഓക്സിജനിലേക്കും ഫ്യൂസ് ചെയ്യുന്നു. ഒടുവിൽ ഇതിനെല്ലാം അവസാനം വൈറ്റ് ഡാർഫുകളായി പര്യവസാനിക്കുകയും ചെയ്യും. എന്നാൽ സൂര്യന്റെ പല മടങ്ങ് ഭാരമുള്ള വൻ നക്ഷത്രങ്ങൾ ഹീലിയത്തിന്റെ ഫ്യൂഷൻ അവസാനിക്കുമ്പോൾ കാര്യങ്ങൾ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുകയും ചെയ്യും. ഫ്യൂഷൻ അവസാനിക്കുന്നതോടുകൂടി ഗുരുത്വാകർഷണം ജയിക്കുകയും കോറിനെ അതിനു മുകളിലുള്ള മുഴുവൻ നക്ഷത്രത്തിന്റെ ഭാരത്താൽ ക്രഷ് ചെയ്യുകയും ചെയ്യും. പിന്നീട് സംഭവിക്കുക വളരെ അത്ഭുതകരവും അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും തമ്മിൽ അടുത്ത് ചേർന്ന് നിൽക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും ഇതിന് കൊളാപ്സിനെ തുടർന്നുണ്ടാകുന്ന പ്രഷർ കാരണം ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഫ്യൂസ് ചെയ്യപ്പെടുകയും ന്യൂട്രോണുകളായി മാറുകയും ചെയ്യും. ഇവ പിന്നീട് ആറ്റോമിക് ന്യൂക്ലിയയിലുള്ള പോലെ തന്നെ ടൈറ്റ്ലി സ്ക്വീസ് ചെയ്യപ്പെടുകയും നമ്മുടെ മുഴുവൻ നക്ഷത്രത്തിന്റെയും ബാഹ്യ പാളികൾ പ്രകാശത്തിന്റെ 25% വേഗത്തിൽ ഇംപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ഈ ഇംപ്ലോഷനെ തുടർന്ന് അതിശക്തമായ ഒരു ഷോക്ക് വേവ് പുറപ്പെടുവിക്കുകയും ഇതിനെയാണ് നമ്മൾ സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനെ തുടർന്നുകൊണ്ട് ഈ സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടന്നതിന് ശേഷം എന്താണോ ആ നക്ഷത്രത്തിന്റെ ഭാഗമായി ബാക്കിയായിട്ട് വരിക ഇതിനെയാണ് നമ്മൾ ഒരു ന്യൂട്രോൺ സ്റ്റാർ അല്ലെങ്കിൽ ന്യൂട്രോൺ നക്ഷത്രം എന്ന് വിളിക്കുന്നത്. നമ്മുടെ പ്രപഞ്ചത്തിൽ ബ്ലാക്ക് ഹോളുകൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഗ്രാവിറ്റേഷണൽ പുള്ള് കാണപ്പെടുക ന്യൂട്രോൺ നക്ഷത്രങ്ങൾക്ക് സമീപമായിരിക്കും. ഒരു ന്യൂട്രോൺ നക്ഷത്രം തന്നെ ബ്ലാക്ക് ഹോളുകളായിട്ട് മാറും. അതിന്റെ മാസ് ടിഒവി ലിമിറ്റിനേക്കാളും കൂടുതലാണ്. ടിഒവി ലിമിറ്റ് എന്ന ടോൾമാൻ ഓപ്പൻഹൈമർ വോൾക്കോഫ് ലിമിറ്റ്. ഈ ലിമിറ്റിനേക്കാളും കൂടുതലാണ് ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിന്റെ മാസ് എങ്കിൽ ആ ന്യൂട്രോൺ നക്ഷത്രം വീണ്ടും കൊളാപ്സ് ചെയ്യപ്പെടുകയും അതൊരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറുകയും ചെയ്യും. ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിന്റെ ഗ്രാവിറ്റി എത്ര സ്ട്രോങ് ആണെന്നാൽ അതിനു ചുറ്റും പോകുന്ന
പ്രകാശത്തെ വരെ അത് ബെൻഡ് ചെയ്യുകയും ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിന്റെ മുൻഭാഗവും പിൻഭാഗവും നമുക്ക് ഒരേപോലെ തന്നെ കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. മാത്രവുമല്ല, നമ്മളിപ്പോൾ നമ്മുടെ സൂര്യനെയും ഒരു ന്യൂട്രോൺ നക്ഷത്രം തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സൂര്യന്റെ ഉപരിതല താപനില എന്ന് പറയുന്നത് വെറും 6000 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിന്റെ ഉപരിതല താപനില എന്ന് പറയുന്നത് 10 ലക്ഷം ഡിഗ്രി സെൽഷ്യസോളമാണ്. നമ്മളൊരു ന്യൂട്രോൺ നക്ഷത്രത്തിന്റെ അകത്തേക്ക് പോകുന്തോറും അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ ഇമ്മൻസ് ആയിട്ട് വരികയും ആറ്റോമിക് പാർട്ടിക്കിളുകളായിട്ടുള്ള ന്യൂട്രോൺസും പ്രോട്ടോൺസും എല്ലാം അതിന്റെ നോർമൽ സ്ട്രക്ചറിൽ നിന്നും മാറി റീഅറേഞ്ച് ചെയ്യുകയും ഒരു സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ ഒരു ഷീറ്റിലേക്ക് സ്ട്രക്ചറിലേക്ക് പോരുകയും ചെയ്യുന്നു. അങ്ങനെ പുതുതായിട്ട് രൂപം കൊള്ളുന്ന ഈ ടൈറ്റ്ലി പാക്ക് ചെയ്തു വരുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ന്യൂക്ലിയർ പാസ്ത എന്ന് വിളിക്കുന്നത്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഈ ന്യൂക്ലിയർ പാസ്ത ആയിരിക്കുമെന്നാണ്. ഇനി അതും കടന്ന് നമ്മളൊരു ന്യൂട്രോൺ സ്റ്റാറിന്റെ ഉള്ളിലേക്ക് പോയി അതിന്റെ കോറിൽ എത്തുന്ന സമയം അവിടെ ഒരു പക്ഷേ മാറ്ററുകൾ കാണപ്പെടുക ഗ്ലൂൺ പ്ലാസ്മ രൂപത്തിലായിരിക്കാമെന്നും അത് രൂപം കൊണ്ടിട്ടുണ്ടായിരിക്കുക ക്വാർക്കുകൾ ചേർന്നിട്ടായിരിക്കുമെന്നും അതിൽ ചില ക്വാർക്കുകൾ സ്ട്രേഞ്ച് ക്വാർക്കായിട്ട് പര്യവസാനിച്ചിട്ടുണ്ടായിരിക്കുമെന്നുമാണ് നമ്മൾ അസ്യൂം ചെയ്തു പോരുന്നത്. എന്നാൽ നമ്മുടെ നിലവിലെ അറിവുകൾ പ്രകാരം നമുക്ക് അതിലേക്കൊന്നും എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ കൂടെ ഇതൊക്കെ നമ്മുടെ അസംഷൻസ് ആണ്. നമ്മുടെ ശാസ്ത്ര ലോകത്തിന് ഇതൊരു മിസ്റ്ററി ആയിട്ടാണ് തുടരുന്നത്, ന്യൂട്രോൺ സ്റ്റാറുകളുടെ കോറിൽ എന്തായിരിക്കുമെന്നുള്ളത്. ഇപ്പോൾ ഒരു നക്ഷത്രം അത് കൊളാപ്സ് ചെയ്ത് ഒരു ന്യൂട്രോൺ നക്ഷത്രമായിട്ട് മാറുന്ന സമയത്ത് അത് വളരെ വേഗത്തിൽ കടന്ന് കറങ്ങാനായിട്ട് ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ കറങ്ങുന്നതിനെ തുടർന്ന് റേഡിയോ പൾസ് ഓരോ തവണ ഇത് സ്പിൻ ചെയ്യുന്ന സമയത്തും റേഡിയോ പൾസസ് ഇതിനെ എമിറ്റ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ റേഡിയോ പൾസസ് എന്ന പേരിൽ വിളിക്കുകയും ചെയ്യും. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ മാത്രം ഏകദേശം 2000-ഓളം റേഡിയോ പൾസസ് ഉണ്ട്. ഈ റേഡിയോ പൾസസ് വരുന്നതിൻ്റെ കാരണം ഇവയുടെ മാഗ്നറ്റിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക്കൽ ഫീൽഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തേക്ക് ഏകദേശം 2 ട്രില്യൺ ടൈംസോളം ഇവയുടെ മാഗ്നറ്റിക്കൽ ഫീൽഡ്സ് സ്ട്രോങ് ആണ്. ഇവ ഓരോ തവണ സ്പിൻ ചെയ്യുന്ന സമയത്തും അതിനനുസരിച്ചിട്ടുള്ള റേഡിയോ വേവ്സ് പുറപ്പെടുവിപ്പിക്കുകയും വളരെ വേഗത്തിൽ കറങ്ങുന്നതനുസരിച്ച് നിരന്തരം ഈ റേഡിയോ വേവ്സ് പുറപ്പെടുവിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇവയെ റേഡിയോ പൾസസ് എന്ന് വിളിക്കുന്നത്. ഇനി 2 ന്യൂട്രോൺ സ്റ്റാറുകൾ പരസ്പരം അടുത്ത് വരികയാണെങ്കിൽ ആദ്യമേ അവ പരസ്പരം ഓർബിറ്റ് ചെയ്യുകയും പിന്നീട് ഇവയുടെ ഗ്രാവിറ്റേഷനും കാരണം അടുത്തടുത്ത് വരികയും കൂട്ടിയിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കൂട്ടിയിടിക്കുന്നതിനെയാണ് നമ്മൾ കിലനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ഈ എക്സ്പ്ലോഷനും വളരെ പവർഫുള്ളാണ്. ഇതിനെ തുടർന്നിട്ടാണ് നമ്മൾ നേരത്തെ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെവി എലമെൻറ്റുകളായിട്ടുള്ള ഗോൾഡ്, യുറാനിയം, പ്ലാറ്റിനം മുതലായ എലമെൻറ്റുകൾ പ്രപഞ്ചത്തിൽ രൂപം കൊള്ളുന്നതും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് പണ്ട് പുരാതന കാലത്ത് ഏതോ 2 ന്യൂട്രോൺ സ്റ്റാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച കൊളീഷനെ തുടർന്ന് രൂപം കൊണ്ടുവന്നതായിരിക്കാമെന്നും അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ റിമെയിൻസിൽ നിന്നും രൂപം കൊണ്ടുവന്നതായിരിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ 2 ന്യൂട്രോൺ സ്റ്റാറുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യുകയും ശേഷം അതൊരു ബ്ലാക്ക് ഹോളായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ന്യൂട്രോൺ സ്റ്റാറിൻ്റെ കഥ. ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും ഒക്കെ ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, ബൈ ബൈ.